ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷാസ്. ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സിലും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യാനിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എങ്ങനെ ഡിസ്കൗണ്ട്സ് ക്ലെയിം ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഒട്ടും ലാഗാക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം ബെല്ലേക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോകും. അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു സെയിൽസിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 23-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 12 മണി AM തന്നെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഇവർ ആദ്യം ഒരു ബണ്ടിൽ ഓഫ് യൂണിറ്റ് പ്രൊഡക്റ്റിനായിരിക്കും ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് ഒരു 1000 അല്ലെങ്കിൽ 2000 ഫോൺസിന് ഒരു ഇത്ര രൂപയ്ക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു യൂണിറ്റ് കഴിയുന്ന അനുസരിച്ചിട്ട് അവർ വീണ്ടും ചെറിയ രീതിക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് എൻഡ് ചെയ്യുന്ന ദിവസം ഇതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അന്നത്തെ ദിവസം നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ടുള്ള കാര്യം, നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് പ്രത്യേകിച്ച് ICICI ബാങ്ക്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ SBIയുടെ കാർഡ്. അതായത് ഈ ഒരു 3 കാർഡുകൾക്കാണ് ഈ ഒരു സെയിലിൽ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലും നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾ ആമസോൺ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ SBIയുടെ കാർഡുകൾക്കാണ് കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങൾ, അതായത് അപ് ടു 10% വരെ. അതുപോലെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ICICI ബാങ്കും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കും അതുപോലെ തന്നെ സൂപ്പർ മണി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അപ് ടു 10% വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ഓഫറൊക്കെ കാണുമ്പോൾ ചാടി കയറി പർച്ചേസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 2 ആപ്ലിക്കേഷനും കമ്പയർ ചെയ്യുക. ഏറ്റവും കുറവ് ഏതിലാണോ അതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീടുള്ളൊരു കാര്യം, നിങ്ങൾ ഒരുപാട് പ്രൈസും ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സെയിൽസിൽ കാണും. അപ്പോൾ നിങ്ങൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അവിടെ റിവ്യൂസിലും കാര്യങ്ങളൊക്കെ പോയിട്ട് നോക്കുക. അതായത് മുമ്പ് ഇവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ട് നല്ല രീതിക്ക് റിവ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ 5 സ്റ്റാറും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്താക്കുക, പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് ഒരു അൺബോക്സിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഥവാ പ്രൊഡക്റ്റുകൾ സ്കാം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഗലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങൾ ഉറപ്പ് വരുത്താനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു കിടലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.